ശ്രീഗംഗ നഗറിനെ നടുക്കിയ നവവരന്റെ മരണം ആസൂത്രിതമായ കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടെ പുറത്തു വരുന്നത് സിനിമയെ പോലും വെല്ലുന്ന ക്രൂരതയുടെ കഥകളാണ്. കേവലം 3 മാസം മുമ്പ് വിവാഹിതനായ 27-കാരൻ ആയിഷ് വാഹനാപകടത്തിൽ മരിച്ചുവെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകളെങ്കിലും പോലീസിന്റെ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ ഇത് കാമുകനോടൊപ്പം ജീവിക്കാൻ ഭാര്യയും സംഘവും ചേർന്ന് നടത്തിയ കൃത്യമായ കൊള്ളയാണെന്ന് വ്യക്തമായി. മേഘാലയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഹണിമൂൺ കൊലപാതക കേസിന് സമാനമായ രീതിയിലാണ് ഈ കൃത്യവും നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. ജനുവരി 30 രാത്രി 9 മണിയോടെ നടന്ന ഈ സംഭവം ഒരു അജ്ഞാത വാഹനം ഇടിച്ചു വാഹനാപകടമെന്ന് വരുത്തി തീർക്കാൻ പ്രതികൾ പരമാവധി ശ്രമിച്ചെങ്കിലും ഭാര്യ അഞ്ജുവിന്റെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് പോലീസിന് സംശയമുണ്ടാക്കിയത്. സംഭവം നടന്ന ദിവസം രാത്രി ഭക്ഷണത്തിന് ശേഷം പതിവ് പോലെ നടക്കാനിറങ്ങിയതായിരുന്നു ആശിഷും അഞ്ജുവും. നടന്നു പോകുന്നതിനിടെ അമിത വേഗത്തിലെത്തിയ ഒരു വാഹനം ഇടിച്ചു തെറിപ്പിച്ചുവെന്നും തുടർന്ന് താൻ ബോധരഹിതയായെന്നുമാണ് അഞ്ജു പോലീസിനോട് ആദ്യം പറഞ്ഞിരുന്നത്. ബോധം തെളിഞ്ഞപ്പോൾ തന്റെ ആഭരണങ്ങൾ കവർച്ച ചെയ്യപ്പെട്ടതായും ഭർത്താവ് മരിച്ചതായും കണ്ടുവെന്നായിരുന്നു യുവതിയുടെ മൊഴി. എന്നാൽ അപകടം നടന്ന സ്ഥലത്ത് അഞ്ജുവിന് കാര്യമായ പരിക്കുകളൊന്നും ഏറ്റിരുന്നില്ല എന്നത് പോലീസിനെ ഇരുത്തി ചിന്തിപ്പിച്ചു. കൂടാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടായി. വാഹനം ഇടിച്ചതിനെ തുടർന്നുണ്ടായ ആന്തരിക പരിക്കുകൾക്ക് പുറമെ ആശിഷിന്റെ കഴുത്തിൽ ബലം പ്രയോഗിച്ച് ശ്വാസം മുട്ടിച്ചതിന്റെ പാടുകൾ ഫോറൻസിക് വിദഗ്ധർ കണ്ടെത്തി. വാഹനം ഇടിച്ച ഒരാൾക്ക് എങ്ങനെ കഴുത്തിൽ ഇത്തരത്തിലുള്ള പാടുകൾ വരുമെന്ന ചോദ്യത്തിന് മുന്നിൽ അഞ്ജുവിന് കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ല. സൈബർ പോലീസിന്റെ സഹായത്തോടെ അഞ്ജുവിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചതിലൂടെയാണ് കൊലപാതകത്തിന്റെ പിന്നിലെ ഗൂഢാലോചന വെളിപ്പെട്ടത്. അയൽവാസിയായ സഞ്ജു എന്ന യുവാവുമായി അഞ്ജു മണിക്കൂറുകളോളം ഫോണിൽ സംസാരിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. ഇവരുടെ സൗഹൃദം വിവാഹത്തിന് മുൻപേ ഉള്ളതായിരുന്നുവെന്നും വിവാഹശേഷവും അത് തുടർന്നിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിച്ചു. കാമുകനായ സഞ്ജുവിനോടൊപ്പം ജീവിക്കാൻ ഭർത്താവ് ഒരു തടസ്സമാകുമെന്ന് കണ്ടതോടെയാണ് അയാളെ വകവരുത്താൻ ഇവർ പദ്ധതിയിട്ടത്. ഇതിനായി സഞ്ജുവിന്റെ സുഹൃത്തുക്കളെയും സംഘത്തിൽ ഉൾപ്പെടുത്തി. സംഭവ ദിവസം രാത്രി കൃത്യമായ പ്ലാനിങ്ങോടെയാണ് അഞ്ജു നീങ്ങിയത്. പുറത്തേക്ക് നടക്കാൻ പോകുന്നതിന് മുൻപ് ആശിഷിന് അമിതമായി മദ്യം നൽകി അയാളുടെ പ്രതിരോധ ശേഷി കുറയ്ക്കാനും അഞ്ജു ശ്രദ്ധിച്ചു. ആളൊഴിഞ്ഞ് റോട്ടിലെത്തിയപ്പോൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരം സഞ്ജുവും സംഘവും കാറുമായി അവിടെ കാത്തു നിന്നിരുന്നു. മദ്യലഹരിയിലായിരുന്ന ആശിഷിനെ സംഘം ചേർന്ന് കീഴ്പ്പെടുത്തുകയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതിനുശേഷം ഇത് അപകടമാണെന്ന് വരുത്തി തീർക്കാൻ മൃതദേഹത്തിന് മുകളിലൂടെ കാർ ഓടിച്ചു കയറ്റി. ഒരു ക്രൂരകൃത്യത്തിന് ശേഷം കവർച്ചാ നാടകം കളിക്കാനായി അഞ്ജു തന്റെ സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും സഞ്ജുവിനെ ഏൽപ്പിച്ചു. ആരെങ്കിലും കാണുകയാണെങ്കിൽ മോഷണ ശ്രമത്തിനിടെ ഉണ്ടായ ആക്രമണമാണ് ഇതെന്ന് വിശ്വസിപ്പിക്കാനായിരുന്നു ഈ നീക്കം. ഇതിനുശേഷം അഞ്ജു റോഡിൽ ബോധരഹിതയായി അഭിനയിച്ച് കിടക്കുകയായിരുന്നു. നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴും പോലീസിന് മൊഴി നൽകുമ്പോഴും താനൊരു ഇരയാണെന്ന് വരുത്തി തീർക്കാൻ അഞ്ജു പരമാവധി ശ്രമിച്ചു. എന്നാൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഓരോ ഘട്ടത്തിലും അഞ്ജു പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. പരിക്കേൽക്കാതെ എങ്ങനെ ബോധരഹിതയായി എന്ന പോലീസിന്റെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. ഒടുവിൽ തെളിവുകൾ ഓരോന്നായി നിരത്തിയപ്പോൾ അഞ്ജു കുറ്റം സമ്മതിക്കുകയായിരുന്നു. സഞ്ജുവിനെയും മറ്റ് കൂട്ടാളികളെയും പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തു. വിവാഹം കഴിഞ്ഞ് 100 ദിവസങ്ങൾ തികയുന്നതിന് മുമ്പ് തന്നെ ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്യാൻ ഒരു ഭാര്യ തയ്യാറായി എന്നത് പ്രദേശവാസികളെയും ബന്ധുക്കളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സമൂഹ മനസാക്ഷി ഞെട്ടിച്ച ഈ സംഭവത്തിൽ കൂടുതൽ പ്രതികൾക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. നവദമ്പതികളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി ഒരു യുവാവ് കൊല്ലപ്പെട്ടപ്പോൾ അതിന് പിന്നിൽ സ്വന്തം ഭാര്യ തന്നെയായിരുന്നു എന്നത് ആധുനിക കാലത്തെ ബന്ധങ്ങളിലെ ഭീകരതയെയാണ് സൂചിപ്പിക്കുന്നത്. അന്ധമായ പ്രണയവും അതിനായുള്ള കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ കേസ് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് അർഹമായ ശിക്ഷ തന്നെ ഉറപ്പാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സ്വർണവും ഫോണും ഉപേക്ഷിച്ചും ബോധരഹിതരായി അഭിനയിച്ചും പോലീസിനെ വഴിതിരിച്ചുവിടാൻ ശ്രമിച്ച അഞ്ജുവിന്റെ തന്ത്രങ്ങൾ ഒടുവിൽ നിയമത്തിന് മുന്നിൽ അടിയറവ് പറയുകയായിരുന്നു.